ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ നിയ്യത്ത് എന്ന വിഷയമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്ത ഹദീസ് വൻ ഉമ്മുൽ മുഅ്മിനീൻ അൻ ഉമ്മ് അബ്ദില്ല ആയിഷത്ത റളിയല്ലാഹു അൻഹ, അവരെ തൊട്ടുള്ള ഹദീസാണ്. ആയിഷ ബീവിയെ നമ്മൾ പറയുന്ന ആരാണ്? ഉമ്മുൽ മുഅ്മിനീൻ എന്നാണ് അല്ലേ? ആയിഷ ബീവി ഉമ്മുൽ മുഅ്മിനീൻ എന്ന് പറയാൻ കാരണം എന്താ? നിബിധങ്ങളുടെ ആരാണ്? പിന്നെ ഭാര്യമാരൊക്കെ നമ്മൾ ആരാണ്? ഉമ്മഹാത്തിങ്ങളാണ്. അതിൽപ്പെട്ട ആളാണ് ആര്? ആയിഷ ബീവി. അതുകൊണ്ട് ആയിഷ ബീവിയും നമ്മൾ മുഅ്മിനീങ്ങളുടെ ഉമ്മ എന്ന് സംബോധന ചെയ്യും. ഏത് നിലക്കാണ് ആയിഷ ബീവി നമ്മുടെ ഉമ്മയാവുന്നത്? ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും കാര്യത്തിൽ, അവരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊക്കെ വിഷയത്തിൽ. ഇപ്പം നിബിധങ്ങൾ വിവാഹം മോചിത്, നിബിധങ്ങളുടെ പിന്നെ ഭാര്യമാരെ വേറെ ആൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ശരീരത്തിൽ വിവാഹം ചെയ്യാൻ പാടില്ല. അപ്പം നിക്കാഹ് നിഷിദ്ധമാണ്. ആ നിലക്ക് ഉമ്മാണ്. ബഹുമാനത്തിൻ്റെ വിഷയത്തിൽ ഉമ്മാണ്. അല്ലാതെ എന്തല്ല, അവരെ നോക്കൽ അല്ലെങ്കിൽ അവരുമായി തനിച്ച് നിൽക്കുക, അതൊന്നും എന്തല്ല, അതൊന്നും ഉമ്മ എന്നുള്ള കറഫിന് എന്തല്ല, അനുമതിയല്ല. അത് ഞാൻ പറയാൻ കാരണം വേറെ വിഷയം പറയാൻ വേണ്ടിയിട്ടുണ്ടോ. അപ്പോൾ അവരെ ആയിഷയെ ഉമ്മ അന്വേഷിച്ചിട്ട് എന്താ പാടില്ല? അവരെ കാണൽ സാബികൾക്ക് എന്താ നിഷിദ്ധാണ്. അവരുമായി ഒറ്റക്ക് തനിച്ച് നിൽക്കൽ എന്താ സാബികൾക്ക് നിഷിദ്ധാണ്, വേണ്ടാൻ പാടില്ല എന്നുള്ള. ചില തസൗഫിൻ്റെ ആളുകൾ എന്ന് പറയുന്ന ചില ആളുകളൊക്കെ എന്ത് ചെയ്യും? അവരുടെ ആത്മീയ ഗുരുക്കൾ ശേഖന്മാർ എന്ത് ചെയ്യും? പിന്നെ അവർ ഞാൻ പിതാവാണ് എന്നുകൊണ്ട് എന്ത് ചെയ്യും? ചില സ്ത്രീകളെ മുരീദത്തുകളെ സ്ത്രീകളൊക്കെ കാണുന്ന മസലുകൾ പറയുന്നുണ്ട്, ഉമ്മഹാത്ത് എന്നൊക്കെ ഉറപ്പിച്ചുകൊണ്ട്. അതൊരിക്കലും ശരീരത്തിൽ എന്തല്ല, അനുമതിയല്ല. അതൊക്കെ മനുഷ്യനെന്ത് ചെയ്യാൻ അനാശ്വാസത്തിന് വേണ്ടിയുള്ള ഓരോ കെയർ ഓഫുകൾ ഉണ്ടാക്കാമെന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. ഒരാത്മീയ ഗുരു ആ നിലക്ക് നമുക്ക് ബഹുമാനത്തിൻ്റെ ഗുരുവാണ്. അല്ല എന്തല്ല, ഒരു പിതാവിൻ്റെ സ്ഥാനത്തായി എന്നതുകൊണ്ട് എന്താൻ പറ്റില്ല, അവർക്ക് പിന്നെ അവരെ മരീദത്തുകളെ കാണാം, അല്ലെങ്കിൽ ഷേഖിന് ഒരു സ്ത്രീയെ കാണാം എന്നെന്തില്ല, ഇത് വെച്ചുകൊണ്ട് ന്യായീകരിക്കാൻ എന്തില്ല, വകുപ്പില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സ്ത്രീകൾ വേറെ തന്നെയാണ്. അപ്പോൾ ഈ ബഹുമാനത്തിൻ്റെ മാത്രത്വമാണ് ഉമ്മ എന്നുള്ള ഒരു ബഹുമാനത്തിൻ്റെ ഒരു എന്താ പറയുക പദവിയാണ് അവിടെ ഉമ്മുൽ മുഅ്മിനീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ചിലയിടത്ത് അങ്ങനെ പറയലുണ്ട്, അവർ ഷെയ്ഖാണ്, അപ്പോൾ ഷെയ്ഖിനെ ആരെ കാണാം? ശിഷ്യന്മാരെ കാണാം. കാരണം എന്താണ്, പിതാവിൻ്റെ സ്ഥാനത്താന്നൊക്കെ എന്ത് ചെയ്യുന്നത് ചിലർ ന്യായീകരിക്കലുണ്ട്. അതൊരിക്കലും എന്തിൻ്റെ ശരീരത്തിന് യോജിച്ചതല്ല. അതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പിതാവാണ്. ഏത് നിലക്കുള്ള പിതാവാണ്? റഹ്മത്തിൻ്റെ അല്ലെങ്കിൽ റഅഫത്തിൻ്റെ, കൃപയുടെ അല്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ പിതാവാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ എന്തല്ല, ഒരു സഹാബി നമുക്ക് സയ്യിദ് റളിയല്ലാഹുവിനെ എന്ത് വിളിച്ച്? റസൂലുള്ളാഹിന്റെ മകൻ എന്ന് വിളിച്ചിട്ട് പോലും എന്ത് ചെയ്ത്? മക്കാന മുഹമ്മദിൻ അബാഹദും മിൻകുന്നുള്ള ആയത്ത് അപ്പളാണ് ഇറങ്ങിയത്. അപ്പം അങ്ങനെ എന്തല്ല, നസബിയായിട്ടോ അല്ലെങ്കിൽ ബന്ധത്തിലുള്ള പിതാവല്ല, ബഹുമാനത്തിൻ്റെ, റെസ്പെക്റ്റിൻ്റെ, ആദരവിൻ്റെ, ആത്മാവിൻ്റെ പിതാവ്. ആ നിലക്ക് തന്നെ കാണണം. അതങ്ങനെയാണുള്ളത്, ഇതിങ്ങനെയാണുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ കാണലുണ്ടോ? ഇല്ലല്ലോ. അവർക്ക് എന്തുണ്ട്? അവരുടെ ഡിസ്റ്റൻസ് നിബിധങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പാലിക്കുന്നുണ്ട്. നോക്കൽ ഹറാമാണെന്ന് പറയുന്നത് റസൂലുള്ളാഹി പറയാൻ കാരണം എന്താ? അതുകൊണ്ട് തന്നെയാണ്. ഞാൻ പിതാവാണ്, വാപ്പാർക്ക് മക്കളെ കാണാന്നിട്ട് എല്ലാ സ്ത്രീകളും നിബിധങ്ങളെ നോക്കിക്കലുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പം പറ്റൂല എന്നുള്ളതാണ്. വൻ ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മുൽ മുഅ്മിനായ ആയിഷ ബീവിയെ തൊട്ടുള്ള ആയിഷത്ത ഉമ്മു അബ്ദില്ല, അവരുടെ മറ്റൊരു പേരാണ് ഉമ്മു അബ്ദില്ല എന്നാണ് ആയിഷ ബീവിയെ മറ്റൊരു പേര്. അറബികൾ എന്ത് ചെയ്യും? ഇവര് ഉമ്മക്ക് കൂട്ടി വിളിക്കലുണ്ട്. അപ്പോൾ ആയിഷ ബീവിക്ക് അറബികൾക്ക് 3 പേരുണ്ടാവും. ഒന്ന് സാധാ പേരുണ്ടാവും, 2 മക്കളെ കൂട്ടിയാണ് വിളിക്കും, 3 എന്ത് ചെയ്യും?
പിന്നെ വേറെ നമ്മളെ കുഞ്ഞാവ കുഞ്ഞിട്ടി എന്നൊക്കെ പറഞ്ഞാൽ വേറെ എന്തെല്ലോ റെസ്പെക്റ്റിൻ്റെ വേറൊരു പേരും ഉണ്ടാവും. ആയിഷ ബീവി ഉമ്മു അബ്ദുല്ല എന്ന് വിളിക്കലുണ്ട്. ഉമ്മു അബ്ദുല്ല എന്ന് വിളിക്കണേ എന്ത് ചെയ്യണം? ഒരാളോ ഒരു കുട്ടിയുടെ ഉമ്മ എന്ന് വിളിക്കണ എന്ത് ചെയ്യണം? ആ കുട്ടിയുടെ ആരാകണം? മാതാവാകണം. അങ്ങനെയാണെങ്കിൽ ആയിഷ ബീവിക്ക് എന്ത് വേണം? അബ്ദുള്ള എന്നുള്ള ഏത് വേണം? സന്താനം ഉണ്ടാവണം. പക്ഷെ ആയിഷ ബീവിക്ക് മക്കളുണ്ടായിക്കണോ? ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഉമ്മ അബ്ദുല്ല എന്ന് പറയാൻ കാരണം? ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ആയിഷ ബീവി അങ്ങനെ വിളിക്കലുണ്ട് ഉമ്മ അബ്ദുല്ല എന്ന്. പിന്നെ എന്തുകൊണ്ടാണ് വിളിച്ചത്? എന്താ കാരണം? ആരാ വിളിച്ചത്? നാട്ടുകാരല്ല. ആരാ വിളിച്ചത്? റസൂലുള്ളാഹി വിളിച്ചത്. നബിതങ്ങളെ ഒരു കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് ഭാര്യയെ വിളിക്കണം. ഇന്നാളം ഇന്ന കുട്ടിയുടെ ഉമ്മയാണ് നീ എന്ന് റസൂലുള്ളാഹി വിളിക്കണത്. ആരെ? ആയിഷ ബീവിയെ. അപ്പൊ പിന്നെ എന്താണ് ആയിഷ ബീവിക്ക് എവിടുന്നാണ് സന്താനം ഉണ്ടായത്? അപ്പൊ നബിതങ്ങളെ വിളിക്കാൻ കാരണം എന്താണ്? അബ്ദുല്ലാഹ് ബിൻ സുബൈർ എന്ന് പറയുന്ന മഹാനാ സഹാബി ഇവരുടെ ജ്യേഷ്ഠത്തി സഹോദരിയായ അസ്മാ ബീവിയുടെ മകനാണ്. റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട ഒരു സഹാബിയാണ് അബ്ദുല്ലാഹ് ബിൻ സുബൈർ. അപ്പൊ ആ സുബൈർ എന്ന അവന്റെ പേര് വെച്ചുകൊണ്ടാണ് നബിതങ്ങൾ എന്ത് ചെയ്യുന്നത്? ആയിഷ ബീവിയെ ഉമ്മു അബ്ദുല്ല എന്ന് പറയാൻ കാരണം. അപ്പൊ നബിതങ്ങൾ തന്നെ വിളിച്ചാണ് ആരെ? ആയിഷ ബീവി ഉമ്മു അബ്ദുല്ല. അത് വിളിക്കാനൊക്കെ എന്നതാണ് ജ്യേഷ്ഠത്തിന്റെ മകനെ വെച്ചുകൊണ്ടാണ് ആരെ വിളിച്ചത്? ആയിഷ ബീവിയെ വിളിച്ചത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അൻ ഉമ്മിൽ മുഅ്മിനീൻ ഉമ്മ അബ്ദില്ല ആയിഷത്ത റളിയല്ലാഹു അൻഹ അല്ലെ, സിദ്ദീഖുല്ലാഹിന്റെ മകളാണ്. സിദ്ദീഖുല്ലാഹിന്റെ അബൂ ഖുഹാഫന്റെ മകനാണ്. നമുക്കറിയാം അവരൊക്കെ റളിയല്ലാഹു അൻഹു എന്ന് പറയേണ്ടവരാണ്. കാരണം എന്താണ്? സഹാബികളുടെ കൂട്ടത്തിൽ വാപ്പയും ഉമ്മയും മക്കളും എല്ലാവരും ഇസ്ലാം സ്വീകരിച്ച സഹാബിയാണ് ആര്? സിദ്ദീഖുല്ലാഹു അല്ലേ. ഒരു ഭാഗ്യം ആർക്കുണ്ട്? സിദ്ദീഖുല്ലാഹിനുണ്ട്. അവസാന സമയത്ത് വാപ്പാനെ ഏറ്റിക്കൊണ്ടുകാണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി മക്കം ഫത്തഹിനാണ് വാപ്പ സ്വീകരിക്കുന്നത്. ആ സമയത്താണ് വാപ്പാനെ ഏറ്റിക്കാണ്ട് റസൂലുള്ളാഹിന്റെ കൊണ്ടുവരിക. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ സിദ്ദീഖ് ഞാൻ അങ്ങോട്ട് വരില്ല, എന്തിനങ്ങോട്ട് ഏറ്റിക്കൊടുത്തെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സാരില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? റസൂലുള്ളാഹിന്റെ അടുത്തുനിന്ന് ഇസ്ലാം സ്വീകരിച്ചു. അതുകൊണ്ട് ആ ഫാമിലി മൊത്തം എന്ത് ചെയ്യും? ഇസ്ലാം സ്വീകരിച്ചു. നബി തങ്ങള് മക്കയിൽ നിന്ന് ആയിഷ ബീവിയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഖദീജ ബീവിന്റെ ശേഷം ആദ്യമായി വിവാഹം കഴിച്ചത് ആയിഷ ബീവിയല്ല, സൗദ ബീവിയാണ്. തൻ്റെ പക്വമതിയായ ഒരു സ്ത്രീ നിബിധങ്ങൾക്ക് ആവശ്യമായതുകൊണ്ട് ചില സഹാബി സ്ത്രീകൾ സജസ്റ്റ് ചെയ്തായിരുന്നു സൗദ ബീവിയെ വിവാഹം കഴിക്കാൻ. അങ്ങനെ സൗദ ബീവിയാണ് ആദ്യം വിവാഹം കഴിച്ചത്. അതിൻ്റെ ശേഷമാണ് ആയിഷ ബീവി വിവാഹം കഴിച്ചത്. പിന്നീട് മദീനയിൽ വന്നതിന് ശേഷമാണ് ആയിഷ ബീവിയെ കൂട്ടിക്കൊടുത്തത്. പിന്നെ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ആയിഷ ബീവി 40 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. സഹാബികളുടെ കൂട്ടത്തിൽ ഒരുപാട് ഹദീസുകൾ ഉദ്ധരിച്ച മഹദിയാണ് മഹദിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഏകദേശം 1210 ഹദീസുകൾ ആയിഷ ബീവി ഉദ്ധരിച്ചിട്ടുണ്ട്. 1210 ഹദീസുകൾ. ബുഖാരി മുസ്ലിമിന് തന്നെ ഏകദേശം 64 ഹദീസുണ്ട്. മുസ്ലിമിന് മാത്രം ബുഖാരി മുസ്ലിമിൽ തന്നെ 174 ഹദീസുണ്ട്. പിന്നെ മുസ്ലിമിന് 64 അങ്ങനെയുണ്ട്, 66 അങ്ങനെ വ്യത്യാസമുണ്ട്. ഏതായാലും നല്ല ഹദീസുകൾ ഉദ്ധരിച്ച ഒരു മഹദിയാണ് ആയിഷ ബീവി. അവർ മരണപ്പെട്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരുടെ മയ്യത്ത് സ്കരിച്ചു. ആരെ? അബൂ ഹുറൈറ. അന്ന് അബൂ ഹുറൈറ സ്കരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ചില സംഭവങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പിന്നെ നമ്മളിവിടെയൊക്കെയാണ് പിന്നെ വാപ്പാര് മരിച്ച മക്കൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ സഹാബികൾ പ്രഗത്ഭരായ സഹാബി മരിച്ചപ്പോഴൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ അന്നത്തെ ഏറ്റവും നല്ല ആളാരാണോ അയാൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആയിഷ ബീവിക്ക് പിന്നെ ആരുണ്ട്? ആങ്ങളാരില്ല. മുഹമ്മദ് ബിൻ അബീ ബക്കറുണ്ട്, പലരുണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. പക്ഷെ അബൂ ഹുറൈറ എന്നാണ് മദീനയിലൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അബൂ ഹുറൈറ ഏൽപ്പിച്ചു. അപ്പം സുന്നത്ത് എങ്ങനെയാണെങ്കിലും അദബ് ഇങ്ങനെയാണ്. അവിടെ നമുക്ക് ഏറ്റവും നല്ല ആള് ദീനിയായി തലപ്പത്ത് ആത്മീയമായി നല്ലൊരാളുണ്ടെങ്കിൽ അയാൾ നമുക്ക് എന്ത് ചെയ്യാൻ സംസ്കരിക്കാൻ ഏൽപ്പിക്കാം. അത് അദബാണ്, മറ്റേ സുന്നത്താണ്. രണ്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷെ സുന്നത്തും അദബ് എതിരാകുമ്പോൾ അദബിനാണ് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കാൻ നല്ലത്. ഞാൻ സുന്നത്ത് വിരുദ്ധമല്ല, രണ്ടും ചെയ്യാം.
പക്ഷെ സഹാബികളൊക്കെ മരിച്ചപ്പോൾ എന്താണ് മക്കളെല്ലാം സ്കെച്ചിക്കുന്നത് വ്യത്യസ്ത അന്നത്തെ കാലത്ത് ഏറ്റവും പ്രഗത്ഭരായ ആളാണോ നല്ല ആളാണോ അപ്പോൾ അവർ ഒന്നും കൂടി ആത്മീയമായി ഉയർന്ന ആളുകളാണോ അവരെയാണ് നിർത്തിയിരുന്നത്. പോട്ടെ, എന്തോടത്തി കാലത്ത് ആയിഷ ബീവി പറയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യഗ്സു ജയ്ഷുൻ, ഒരു സൈന്യം എന്ത് ചെയ്യും, പുറപ്പെടും, അൽ കഅബത്ത, കഅബയിലേക്ക്. വരാൻ പോകുന്ന ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുകയാണ് ഈ ഹദീസിലൂടെ. ഇത് നബി തങ്ങൾ ഈ ഹദീസ് പറയാനുണ്ടായ കാരണം വെച്ചാൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ സാഹചര്യം പറയുന്നുണ്ട്. അതാരാണ് പറയുന്നത്? പിന്നെ എനിക്ക് തോന്നുന്നു ഉമ്മു സലമ ബീവിയാണെന്ന് തോന്നുന്നു. ഉമ്മു സലമ ബീവി ഇതിൻ്റെ ഒരു സാഹചര്യം പറയുന്നുണ്ട്. ഇനി ആരായാലും അല്ലെ ആയിഷ ബീവിനെ ആയിക്കോട്ടെ, ആയിഷ ബീവിൻ്റെതും ആകാം. നബി തങ്ങൾ ഒരു ദിവസം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഒരു അർത്ഥശൂന്യമായ കുറെ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു റസൂലുള്ളാഹി. എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ശേഷം ഒരു വെപ്രാളം കാണിക്കുന്നത് പോലെ, എന്നുവെച്ചാൽ വേറെ ആൾക്കൊന്നും മനസ്സിലാവില്ല, പിടുത്തം കിട്ടില്ല. അങ്ങനത്തെ ചില ആക്ഷൻസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റുള്ളതിനാണ് കാണിച്ചു തന്നത്. അപ്പോഴാണ് സഹാബികൾ ചോദിച്ചു, ആയിഷ ബീവി ചോദിച്ചു, എന്താ പറ്റിയ നബിയെ, എന്താ നിങ്ങൾക്ക് സംഭവിച്ചു ചോദിച്ചപ്പോൾ അപ്പോൾ റസൂലുള്ളാഹി ഹദീസ് പറയും. അപ്പം നബി തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സംഭവത്തെക്കുറിച്ച് അപ്പോൾ ഉറക്കിൽ സ്വപ്നത്തിൽ ആര് കാണുകയാണ്, റസൂലുള്ളാഹി കാണുകയാണ്. അത് അങ്ങനെ തന്നെ വിശദീകരിക്കണം. ആ സംഭവത്തിന്റെ ലൈവ് പിക്ചർ റസൂലുള്ളാഹി കാണുകയാണ്, വരാൻ പോകുന്ന സംഭവത്തിന്റെ. അതങ്ങനെയാണ് ആയിഷ ബീവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പിൽക്കാലത്ത് ഇത് പ്രവചനമാണ്. ഇനിയും ആ സംഭവം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല, പക്ഷെ ഏതെങ്കിലും ഒരു കാലത്ത് സംഭവിക്കും. കാരണം എന്താണ്, ഇത് വളരെ സഹീഹ് ഹദീസാണ്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. മുത്തഫഖൻ അലൈഹി ആണോ അല്ലെന്ന് ഞാൻ പിന്നെ പറയാം. ഏതായാലും ഇത് വളരെ സഹീഹ് ഹദീസാണ്. അപ്പൊ യഗ്സു ജയ്ഷുൻ, ഒരു സൈന്യം പുറപ്പെടും, അൽ കഅബത്ത, എവിടേക്ക്, കഅബയിലേക്ക്. കഅബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കഅബ എന്ന് പറഞ്ഞാല് ശരിക്കും കഅബ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ കഅബ ശരിക്കും അറബി ഭാഷയിൽ കഅബ എന്ന് പറഞ്ഞാൽ സ്ക്വയറിൽ സമചതുരത്തിൽ നിർമ്മിച്ച നിർമ്മാണത്തിനൊക്കെ ഏത് പറയും, കഅബ എന്ന് പറയും. അറബി ഭാഷയിൽ അങ്ങനെ അർത്ഥമുണ്ട്. സമചതുരത്തിൽ നിർമ്മിക്കുന്ന എല്ലാ നിർമ്മാണത്തിനും ഏത് പറയും, കഅബ എന്ന് പറയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ നിലക്കാണ് അതിനെ നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ അത് കഅബ എന്ന നിലക്ക്, പിന്നെ അത് എന്ത് പരിശുദ്ധമായ അൽ കഅബ എന്ന നിലക്ക് എന്ത് ചെയ്യും, ആ കഅബ അറിയപ്പെടാൻ തുടങ്ങി. മനസ്സിലായില്ലേ? അപ്പൊ ഒരു സൈന്യം പുറപ്പെടും, അൽ കഅബത്ത, കഅബയിലേക്ക് പുറപ്പെടും. ഫൈദാ കാനു ബിബൈദാഹ, അങ്ങനെ അവരായാൽ, ബിബൈദാഹ, ബൈദാഹ മിനൽ അർളി, ഭൂമിയിൽപ്പെട്ട അവർ പോകുന്ന സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു ബൈദായിലെത്തിയാൽ, ബൈദാ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒഴിഞ്ഞ സ്ഥലത്തിനാ പറയാം. മരുഭൂമികൾക്ക് ബൈദാ എന്ന് പറയും. ഒന്നുമില്ലാത്ത കാലിയായ സ്ഥലം, ഫുള്ള് വിജനമായ മരുഭൂമി ആവണമെന്നില്ല, കാലിയായ നിർബന്ധികളൊന്നും ഇല്ലാത്ത കാലിയായ സ്ഥലത്തിന് എന്ന് പറയും, ബൈദാ എന്ന് പറയും. അപ്പൊ നബി തങ്ങൾ പറയാണ്, ഒരു സൈന്യം ഇങ്ങനെ കഅബ ലക്ഷ്യമാക്കി പുറപ്പെടും. എന്തിനു വേണ്ടിയിട്ടാണ് അവർ പുറപ്പെടുന്നത്? അന്ന് ഹറമിലെ കഅബ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഭരണാധികാരിയെ വധിക്കാനും അത് കീഴ്പ്പെടുത്താനുമാണ് ആ സൈന്യം എന്ത് ചെയ്യുന്നത്, ആ സൈന്യം പുറപ്പെടുന്നത്. ഇങ്ങനെ ഒരു സൈന്യം അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹുവിന്റെ കാലത്ത് പുറപ്പെട്ടിരുന്നു. അപ്പൊ പുറപ്പെടുമ്പത്തിന് ഉമ്മു സലമ പറഞ്ഞു, ഇത് ആ സൈന്യമാണ്, റസൂല പറഞ്ഞ ആ സൈന്യമാണ് ഇത് എന്ന് പറഞ്ഞു. പക്ഷെ ആ സൈന്യത്തിന് ഹദീസിൽ പറഞ്ഞമായുള്ള കാര്യങ്ങൾ സംഭവിച്ചില്ല. ഇതേപോലെ കഅബ ലക്ഷ്യമാക്കി എന്ന് പറഞ്ഞാൽ അറബ് ഭരിക്കുന്ന ഭരണാധികാരി ലക്ഷ്യമാക്കി ഒരു സൈന്യം പുറപ്പെട്ടിരുന്നു. പക്ഷെ എന്തായില്ല, നബി തങ്ങൾ ശേഷം ആ സൈന്യത്തിന് സംഭവിക്കുന്ന ചില അപകടങ്ങളുണ്ട്.
ആ അപകടങ്ങൾ സംഭവിച്ചില്ല. അപ്പോൾ തിരിച്ചു മുമ്പ് സുലൈമാൻ റളിയല്ലാഹു എന്ത് ചെയ്തു? ആ ഇജ്തിഹാദിൽ നിന്ന് പിൻവാങ്ങി. അവർ പറഞ്ഞു അതല്ല, അത് അബ്ദുല്ലാ ബിൻ സുബൈറിനെ വധിക്കാൻ വേണ്ടി ഒരു സൈന്യം പുറപ്പെട്ടിരുന്നു. അപ്പം അതല്ല, അവരല്ല ഇത്, കാരണം നബി തങ്ങൾ പറഞ്ഞ വിഷയമാണ് എന്ത് ചെയ്തിട്ടില്ല, അവിടെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് വേറെ ഒരു സൈന്യം വരാനുണ്ട്. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു സൈന്യം ഇത് വന്നിട്ടില്ല. അപ്പോൾ ഇനിയും വരാനുണ്ട്. ചില മഹാന്മാരൊക്കെ പറയുന്നത് ഇമാം മഹദിയുടെ കാലത്തും ആവാം, അവസാന സമയത്താവാം. പക്ഷെ ഇതുവരെ അങ്ങനെ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇതിലാണെങ്കിലോ വളരെ സഹീഹ് ഹദീസാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം അവസാന സമയത്ത് ഉണ്ടാവാം. ഈ ഹദീസിന് എപ്പോഴും പ്രസക്തിയുണ്ട്. ഫൈദാ കാനു ബി ബൈദാ മിനൽ അർളി, അവർ മരുഭൂമിയുടെ ഒരു സ്ഥലത്ത്, ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞ സ്ഥലത്തെത്തിയാൽ യുഖ്സഫ് ബി അവ്വലിഹിം വ ആഖിരിഹിം. യുഖ്സഫ് പറഞ്ഞാൽ എന്താ? ഹസ്ഫ എന്നാൽ എന്താ? ഭൂമി പിടിച്ച് ആണ്ട് അടിയിക്കൽ കൊണ്ടുപോകുക. താഴ്ത്തണേന്ന് ഇത് പറയാം ഹസ്ഫ് എന്ന് പറയാം. അവരാദ്യത്തെവരെയും ഹദീസ് പറയുന്ന നബി അവ്വലെയും ആഖിറയും എന്നാ. അവരാദ്യത്തെവരെയും അവസാനത്തെവരെയും എന്ത് ചെയ്യും? ഭൂമി പിടിച്ച് താഴത്തെ അടിയിലേക്ക് കൊണ്ടുപോകും. ഭൂമി പിടിച്ച് വിഴുങ്ങുന്നർത്ഥം. അപ്പൊ കഅബ ലക്ഷ്യമാക്കി ഒരു സൈന്യം വരും. പക്ഷെ അവർ ഒഴിഞ്ഞ സ്ഥലത്തെത്തിയാൽ എന്താവും? അവരിൽ ഈ ഹദീസിന്റെ പദത്തിൽ എന്താ പറഞ്ഞാൽ, ആദ്യത്തെയും അവസാനത്തെയും സംഘത്തെ എന്ത് ചെയ്യും? അടിയിലേക്ക് ഭൂമി പിടിച്ച് താഴ്ത്തി കൊണ്ടുപോകും. അങ്ങനെ പ്രയോഗിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാകാം, ആദ്യം മുതൽ അവസാനം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ആ മുഴുവൻ സൈന്യത്തെയും എന്ത് ചെയ്യും? അടിയിലേക്ക് താഴ്ത്തുമെന്നാണ്. ചില റിപ്പോർട്ടിൽ എന്തുണ്ട്? നടുവിലെ ആൾക്കാരെ എന്ത് ചെയ്യും? അടിയിലേക്ക് താഴ്ത്തുമെന്നുണ്ട്. ആ റിപ്പോർട്ടിൽ എന്തില്ല? ചില ബലഹീനതകളുണ്ട്. പക്ഷെ ഹദീസിന്റെ മൊത്തം അർത്ഥത്തിൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. ചില റിപ്പോർട്ട് ഇങ്ങനെ കാണാം, ആദ്യത്തെ സൈന്യം എന്ത് ചെയ്യും? അടിയിലേക്ക് വീഴുമ്പോൾ അവരെന്ത് ചെയ്യും? സൗണ്ട് വെക്കുന്നതാണ്. ആ സൗണ്ട് ബാക്കിലുള്ള ആൾക്കാരെ വിളിക്കും. അപ്പോഴത്തിന് ബാക്കിലുള്ള ആളുകൾ എന്ത് ചെയ്യും? അടിയിലേക്ക് പോയിട്ടുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഭൂമിയിൽ മൊത്തം അവിടെ മുഴുവൻ ആളുകളും, ആ സൈന്യം പുറപ്പെട്ട മുഴുവൻ സൈന്യം എന്ത് ചെയ്യും? അടിയിലേക്ക് പോയിട്ട് ഭൂമി വരെ പിടിച്ച് വീങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനൊരു സംഭവം സംഭവിക്കാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ വിഷയം വരാനുണ്ട്. അത് ആരോട് പറഞ്ഞു? ആയിഷാ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞു. അപ്പം അങ്ങനെ സംഭവം സംഭവിക്കാണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആയിഷാ ബീവി ചോദിച്ചു, ഖുൽതു, ആയിഷാ ബീവി പറഞ്ഞു, യാ റസൂലല്ലാഹ് കൈഫ യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം, എങ്ങനെ അവരെ മൊത്തം എന്ത് ചെയ്യാ? ഭൂമി പിടിച്ചു വീങ്ങുക. കാരണം വഫീഹിം അസ്വാഖും വമൻ ലൈസ മിൻഹും, ആ കൂട്ടത്തില് അവിടുത്തെ കച്ചവട ആവശ്യത്തിന് വേണ്ടി അതിലൂടെ പാസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ലേ? ഇവരെ കൂട്ടത്തിൽ പെടാത്ത ആളുകളുണ്ടാവില്ലേ? അപ്പൊ എങ്ങനെയാണ് മൊത്തമായിട്ട് എല്ലാവരും കൂടി പോയി പിടിച്ചു വീങ്ങുക എന്ന് ആര് ചോദിച്ചു? ആയിഷാ ബീവി ചോദിച്ചു. അള്ളാഹുവിന്റെ ഒരു ശിക്ഷയാണ് ഇവിടെ വരുന്നത്. കഅബ തകർക്കാൻ വരുന്ന ഒരു ഭരണാധികാരിയെ, ഒരു നല്ലൊരു ഭരണാധികാരിയെ വധിക്കാൻ വരുന്ന ഒരു സമൂഹത്തിന് വരുന്ന ഏതാണ്? ഒരു ശിക്ഷയാണ്. വരാൻ പോകുന്ന കാലത്ത് വരുന്ന ശിക്ഷ. ഞാൻ പറഞ്ഞു, ഇതുവരെ അങ്ങനെ സംഭവം ഉണ്ടായതായിട്ട് നമ്മളെ അറിവിലില്ല. അതുകൊണ്ട് ഇനിയും അതിനെന്തുണ്ട്? ചാൻസ് ഉണ്ട്. ഞാൻ ചില ചർച്ചിലൊക്കെ കണ്ടപ്പോൾ മഹദിയുടെ കാലത്തൊക്കെ എന്താകാം, അങ്ങനത്തെ ഒരു ഭരണാധികാരി ഇനിയും വരല്ലോ. അപ്പം ആ കാലത്തൊക്കെ എന്ത് ചെയ്യാം? അങ്ങനെ ഉണ്ടാവാം. അല്ലാഹു. ഇതിൽ ആയിഷാ ബീവിയുടെ ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അതെന്താ? എന്തിനാ എല്ലാവരും കൂടി പിടിച്ച് ഭൂമി വീഴണത്? ആയിഷാ ബീവി ചോദിക്കണത്. കാരണം എന്താ? അതിലൂടെ പോകുന്ന ആളുകൾക്ക്, അതിലെ പോകുന്ന ആളുകളുണ്ടാവും, പിന്നെ അവിടുത്തെ നാട്ടുകാരുണ്ടാവും, അവിടെ ബിസിനസ് ആവശ്യത്തിന് അതിന് സഞ്ചരിക്കുന്നവരുണ്ടാവും. ഇതൊരു സൈന്യം മൊത്തത്തിൽ വീങ്ങുമ്പോൾ അവരെല്ലാവരും കൂടി അടിയിൽ പോകില്ലേ? ചില റിപ്പോർട്ടിൽ ചില റിപ്പോർട്ടിൽ ഇങ്ങനെ ചോദിച്ചവർ കാണാം. എങ്ങനെ? അവരെ കൂട്ടത്തിൽ നിർബന്ധിക്കപ്പെട്ടവരുണ്ടാവും, ചിലർ താല്പര്യം ഉണ്ടായിട്ട് വന്നവരുണ്ടാവും, ചിലർ നിർബന്ധിക്കപ്പെട്ടവരുണ്ടാവും, ചിലർ അതിൽ പെടാത്തവരുണ്ടാവും. ഇതെല്ലാവരും കൂടിയാണല്ലോ ഭൂമി പിടിച്ചു വെക്കുന്നത്. അതെങ്ങനെയാ സംഭവിക്കുക? അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് എന്ത് ചോദിച്ചു? ആയിഷാ ബീവി ചോദിക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹിന് മറുപടി പറഞ്ഞു, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം. ആയിഷയോട് പറയാണ്, അതങ്ങനെ തന്നെയാണ് സംഭവിക്കാന്നർത്ഥം. അത് മുഴുവൻ ആളുകൾ എന്ത് ചെയ്യും? ആ ഏരിയയുള്ള മുഴുവൻ ആളുകളെയും ഭൂമി പിടിച്ച് വിഴുങ്ങും. സുമ്മ യുബ്അസൂന അലാ നിയ്യാത്തിഹിം, പിന്നീട് എന്ത് ചെയ്യും?
അവരുടെ നീയത്തിനനുസരിച്ച് നാളെ പരലോകത്ത് അല്ലാഹു തആല അവരെ പുനർജനിപ്പിക്കും. അപ്പോൾ എല്ലാവർക്കും വന്നത് ഒരേ ശിക്ഷയാണ്. പക്ഷെ എല്ലാവരും കൂടി പരലോകത്തേക്ക് വരുമ്പോൾ ഒരേ ആളുകളായിട്ടല്ല വരാം. ചിലർക്ക് ആ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾക്ക് എന്തുണ്ടാവും? അവിശ്വാസത്തിന്റെ ദീനിനെ ധിക്കരിച്ച ശിക്ഷ ഉണ്ടാവും. ചില ആളുകൾക്ക് എന്താ ഉണ്ടാവുക? കൂലിയ ഉണ്ടാവുക. ഏത് കൂലിയ ഉണ്ടാവുക? ഷഹീദിന്റെ കൂലിയ ഉണ്ടാവുക. കാരണം എന്താ? അവരാ കാപം പഠിക്കാനുള്ള നിയത്ത് അവർക്ക് ഇല്ലായിരുന്നു. അവർ നിരപരാധികളാണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? അപകടത്തിൽപ്പെട്ടാൽ ഏത് കിട്ടും? ഷഹീദിന്റെ കൂലി കിട്ടും. ഉഖ്റവിയ ഷഹീദിന്റെ കൂലി ഏതായാലും കിട്ടും. അപകടത്തിൽപ്പെട്ട് മരിച്ചാൽ കിട്ടും, ആക്സിഡന്റായി മരിച്ചാൽ കിട്ടും അല്ലേ? ചില രോഗങ്ങൾ കൊണ്ട് മരിച്ചാൽ കിട്ടും, പലതുകൊണ്ട് കിട്ടും. അപ്പം ഒരേ മരണം സംഭവിക്കുന്നത് സംഗതി ഒരു ശിക്ഷയുടെ ഭാഗമായി വന്നാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്യും? ഓരോരുത്തരും ഓരോ രീതിയിലാണ് പരലോകത്ത് അല്ലാഹു തആല കാണാം. അപ്പം മനുഷ്യന്റെ നെയ്യത്ത് ഭയങ്കര പ്രസക്തമാണെന്ന് ഈ ഹദീസ് പഠിപ്പിക്കും. ഈ ഹദീസിന് അപ്പോൾ 3 പാഠങ്ങൾ ഈ ഹദീസിലുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവുക? അത് ഒന്നിച്ച വരും അല്ല. അവിടെ എങ്ങനെ ഉണ്ടാവില്ല. അവിടെ എങ്ങനെ മുസ്ലിങ്ങളെ മാത്രം അല്ലേ? പിന്നെ മുസ്ലിങ്ങൾക്ക് കുറച്ച് ഒഴിവാക്കുക, ജൂതന്മാർക്ക് കുറച്ച് കുറക്കുക, പിന്നെ ക്രിസ്ത്യാനിക്ക് കുറച്ച് കുറക്കുക, പിന്നെ മറ്റു മതസ്ഥർക്ക് തീവ്രവാദികൾക്ക് എന്ത് ചെയ്യുക? എല്ലാം കൊടുക്കുക. അങ്ങനൊന്നും ഉണ്ടാവില്ല. ശിക്ഷ ഉണ്ടാവില്ല. ശിക്ഷ വരുമ്പോൾ എന്ത് ചെയ്യുക? ഒന്നായിട്ട് വരും. അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ അങ്ങനെ. ഇപ്പൊ കൊറോണ വന്നപ്പോൾ ശിക്ഷയാണെന്ന് നമുക്കറിയില്ല, പരീക്ഷണമാവാം. കൊറോണ വന്നപ്പോൾ എന്താ ഉണ്ടായത്? കൊറോണ വന്നപ്പോൾ എന്താ ചെയ്തു? എല്ലാവർക്കും വന്ന് അല്ലേ? അതിങ്ങനെ പള്ളിയിൽ പോകുന്ന ആൾക്കും കുറവുണ്ട് അല്ലേ? ഇമാമത്തേക്കുന്ന ആൾക്കും കുറവുണ്ട്, കള്ളുടിക്കുന്ന ആൾക്കും കുറവുണ്ട്. കാരണം എന്താ? അങ്ങനെ വരാം. എന്നാൽ കൊറോണയിൽ മരിച്ചവരെല്ലാവരും ഒരേപോലാണോ? അല്ല. ചിലർക്ക് ഷഹീദിന്റെ കൂലി ഉണ്ടാവും. എന്താ? അപ്പൊ ഇവിടെയൊക്കെ ബേസ് എന്താ? നിയ്യത്താണ്. അപ്പോൾ 3 പാടുണ്ട് ഈ ഹദീസിൽ. ഒന്ന്, അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ വ്യാപകമായിട്ട് വരാം. രണ്ടാമത്, നീയത്താണ് ആ മനുഷ്യന് എന്ത് ചെയ്യുക? ബേസ് ചെയ്യാന്നുള്ളത്. നീയത്തിനനുസരിച്ച് എന്ത് ചെയ്യും? അയാളുടെ നീയത്ത് നന്നായിക്കണമെങ്കിൽ നമ്മളൊരു സമൂഹമായി പോവാണ്, എന്തെങ്കിലും സംഭവിച്ചാൽ അല്ല. ഇപ്പൊ നമ്മൾ ഒരു ബസ്സിൽ പോവാണ്. ബസ്സിൽ പോകുമ്പോൾ എന്താണ്? അടുത്തുമ്പോൾ എന്തുണ്ടാവും? പലരും പല നീയത്തിലായിരിക്കും. അതിന് ആക്സിഡന്റ് ആയാലും എല്ലാവരും ഒരേപോലെ അല്ല. ഒന്നത്. രണ്ടാമത്, അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ തന്നെ വ്യാപകമായിട്ട് വരാം. മൂന്നാമതൊരു സംഗതി മനസ്സിലാക്കേണ്ടത്, വളരെ ദീനിയായി മോശമാവുന്ന ഒരു സമൂഹത്തിന്റെ കൂടെ സാഹസിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രമിക്കണം. അതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. നമ്മള് ദീനിയാവുന്ന അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് എതിരാവുന്ന ഒരു സമൂഹത്തിന്റെ കൂടെ, ഒരു കൂട്ടിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സാഹസിക്കാതിരിക്കാൻ നോക്കണം. നിവൃത്തിയില്ലെങ്കിൽ മാത്രം അവിടെ കൂടാൻ പാടുള്ളൂ. അല്ലാതെ അതിലിങ്ങനെ കൂടിക്കൊടുത്ത് അവരെ സപ്പോർട്ടറായി അവർക്ക് പിന്തുണ കൊടുത്ത് അവരെ പിന്നിൽ കൂടുന്ന ഒരു സ്വഭാവം ഒരു വിശ്വാസിക്കാൻ തന്നെ യോജിച്ചല്ല. കാരണം എന്താണ്? എപ്പോഴാണോ അള്ളാഹുവിന്റെ അസാബ് വരാന്ന് പറയാൻ പറ്റില്ല. അതിന്റെ ഭാഗമായി നമ്മൾ എന്ത് ചെയ്യും? വെറുതെ നിരപരാധികളെ നമ്മളും പെടാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്ത് ചെയ്യണം? ഒരു മാനസിക സപ്പോർട്ടെങ്കിലും വെറുപ്പെങ്കിലും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഒരു കൂട്ടത്തിലും ഒരു അധാർമിക സമൂഹത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ നിൽക്കാൻ പാടില്ല. അത് നമ്മുടെ കുടുംബത്തിലായാലും ബന്ധത്തിലായാലും നാട്ടിലായാലും സുഹൃത്തിലായാലും ദീനിയായിട്ട് നമുക്ക് യോജിക്കാൻ പറ്റാത്തതാണോ അതിനൊക്കെയുള്ള ബന്ധം എന്ത് ചെയ്യണം? നമ്മൾ മാക്സിമം ഒഴിവാക്കലാന്നുണ്ട്. അതും ഈ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അത്തരം ആളുകളെ കൊണ്ട് എന്തുണ്ടാവും? മറ്റുള്ളവർക്ക് എന്ത് ഉണ്ടാവും? അവരുടെ ഗർഭത്തിൽ വെറുതെ ആതാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതാണ് ഈ ഹദീസ്. അപ്പൊ നിയത്തുമായി ബന്ധപ്പെട്ടത് പറയാൻ കാരണം വളരെ പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഹദീസ് കൂടെ വായിച്ചുകൊണ്ട് ഞാൻ നിർത്തും. വൻ ആയിഷത്ത റളിയല്ലാഹു അൻഹാ, വീണ്ടും ആയിഷ ബിവിയെ തൊട്ടുള്ള ഹദീസാണ്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹിജ്റത ബഅദൽ ഫത്ഹി. ഇതാണ് ഹദീസ്. ഫതഹിന്റെ ശേഷം എന്തില്ല? ഫതഹ് എന്ന് ഉദ്ദേശിക്കുന്നത് മക്കം ഫതഹിന്റെ ശേഷം എന്തില്ല? ഹിജ്റ ഇല്ല എന്നുള്ളതാണ്. മക്കം ഫതഹിന്റെ ശേഷം ഹിജ്റ, നമ്മൾ ഇതിനെ മുമ്പ് ഇതേക്കുറിച്ച് ചെറുതായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. മക്കം ഫതഹിന്റെ ശേഷം ഹിജ്റ ഇല്ലാതിരിക്കാൻ കാരണം എന്താ? മക്കം ഫതഹിന്റെ മുമ്പ് ഹിജ്റ ഉണ്ടാകേണ്ട ആവശ്യം എന്തായിരുന്നു?
ഒന്ന് മക്കയിൽ മുഅ്മിനീങ്ങൾ എന്താണ് ദുർബലരായിരുന്നു, അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ എന്താണ് മദീനയിലേക്ക് പോകണം, ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്താ, മദീനയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ എന്താണ് അത്ര ശക്തരല്ല. അപ്പൊ മക്കയിലല്ലാത്ത വേറെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരും എങ്ങോട്ട് വരണം, റസൂലുള്ളാഹിനെ സഹായിക്കാൻ എവിടേക്ക് വരണം, മദീനയിലേക്ക് ഹിജ്റ വരണമെന്നുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റ മാത്രമല്ല. അപ്പോൾ മദീന എന്തില്ല, മക്കം ഫത്തഹിന്റെ ശേഷം ഹിജ്റയില്ല എന്നുള്ളതാണ്. പക്ഷെ മക്കം ഫത്തഹ് സംഭവിച്ചതിന് ശേഷം, മക്കം ഫത്തഹ് സംഭവിക്കുന്ന ഹിജ്റ 8-ാം വർഷമാണ്. അത് സംഭവിച്ചതിന് ശേഷം എന്തില്ല, മക്ക സുരക്ഷിതമായി. പിന്നെ വേറെ നാടുകളിൽ നിന്നും വലിയ എതിർപ്പുണ്ടാകാനുള്ള ചാൻസും കുറഞ്ഞു. കാരണം എന്താ വെച്ചാൽ എല്ലാ നാട്ടിൻ്റെയും എതിർപ്പിന്റെ മെയിൻ സ്രോതസ് ആരെന്നായിരുന്നു, മക്കാരെന്നായിരുന്നു. ജൂതരായ ആളുകൾ റസൂലുള്ളാഹിക്കെതിരെ തിരിഞ്ഞതിൻ്റെയും പിന്നില് പല ഭാഗത്തും പല ഗോത്രങ്ങളെയും ഇസ്ലാമിനെതിരെ തിരിച്ചതിന്റെ മെയിൻ പങ്ക് മക്കാർക്കുണ്ടായിരുന്നു. മക്കളുടെ ഫത്തായതുകൊണ്ട് എന്ത് ചെയ്തു, ആ വക കാര്യങ്ങളൊക്കെ അവസാനിച്ചു. അപ്പൊ ഇനി ആരും എങ്ങോട്ട് എന്ത് പോകേണ്ട ആവശ്യമില്ല, ഹിജ്റ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഇനി നോക്ക്, ഇനി നമ്മൾ പറയുന്നത് നമ്മളെ വിഷയത്തിലേക്ക് വലാക്കിൻ ജിഹാദും വന്നീയത്തും. പക്ഷെ ജിഹാദും നീയത്തും ഇനിയുണ്ട്, അത് എല്ലാ കാലത്തുണ്ട്. എന്ന് പറയാൻ എന്താ, ജിഹാദിന്റെ ആവശ്യത്തിനുണ്ട്, ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പോകണം. അതൊരു തിരക്കുള്ള ഹിജ്റ. രണ്ടാമത്തെ ഹിജ്റ എന്താ, നീയത്തുണ്ട് എന്ന് പറയാൻ എന്താ, അതെന്താ, അത് നിർത്തുകയാണ്. അതെന്താ നീയത്തിന് പ്രസക്തി എന്ന് പറയാൻ എന്താ, നല്ല നീയത്തോടു കൂടി ഒരു മനുഷ്യൻ എന്ത് ചെയ്യാം, ഇന്നും യാത്ര ചെയ്യാം, ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് പോവാം, അതും പ്രസക്തി ഉണ്ട്, അതിനൊന്നും പ്രതിഫലമുണ്ട്. അപ്പൊ അയാൾക്ക് ഹിജ്റന്റെ കൂലി കിട്ടും നീയത്ത് കൊണ്ട്. നല്ല ഉദ്ദേശം ഇപ്പൊ ഇൽമ പഠിക്കാൻ വേണ്ടി അല്ലേ, ഇൽമ പഠിക്കാൻ വേണ്ടി ഒരു നാട്ടിൽ നിന്ന് ഒരു നാട്ടിലേക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ യാത്ര പോകുന്നുണ്ടെങ്കിൽ അത് അത് ഹിജ്റയാണ്. ആ ഹിജ്റക്ക് എന്തുണ്ട്, നീയത്ത് കൊണ്ട് ആ ഹിജ്റയുടെ കൂലി കിട്ടും. കുടുംബം പോറ്റാൻ വേണ്ടി അതെന്താണ്, ഒരു ഹിജ്റയാണ്. സ്വന്തം മക്കളെ കുടുംബം പോറ്റാൻ വേണ്ടി, പട്ടിണി ഇടാതിരിക്കാൻ വേണ്ടി നമ്മുടെ മക്കളോ അല്ലെങ്കിൽ സ്ത്രീകളാണെയോ ഭർത്താക്കന്മാരോ ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് പോകുന്നത് ഹിജ്റയാണ്. അതിന് ഇന്നും പ്രസക്തിയുണ്ട്. അത് ഹിജ്റയാവുന്ന എപ്പോഴാ, നീയത്തിനോ. അപ്പൊ നീയത്തിന് എന്തുണ്ട് പ്രസക്തി, അത് നീയത്തുണ്ടെങ്കിൽ നമ്മളെ ഓരോ പാരായണത്തിനും എന്തുണ്ട്, കൂലിയുണ്ട്. അപ്പൊ വലാക്കിൻ ജിഹാദും വനീയത്തും, ജിഹാദുണ്ട് നീയത്തുണ്ട്, അതെപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഹിജ്റ ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു നാട്ടിൽ ഇനി വേറെ ഉണ്ട്, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നീയത്ത് വെക്കാം. ഇപ്പൊ നമ്മളെ പരിസരവും ഏരിയയൊക്കെ എന്താണ്, നമുക്ക് ഇസ്ലാമികമായ അന്തരീക്ഷത്തിന് സാഹചര്യം കുറവാണ്. അപ്പൊ അവിടുന്ന് വീടൊക്കെ വിറ്റുകൊണ്ട് പള്ളിയും മദ്രസയും കുട്ടിയൊക്കെ പഠിക്കാനും എല്ലാത്തും പറ്റുന്ന ഒരു നാട്ടിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ അങ്ങോട്ട് മാറുകയാണ്. അങ്ങോട്ട് മാറുമ്പോ എന്താണ്, അത് നീയത്ത്, നല്ല നീയത്താണ്. അപ്പൊ ആ ഹിജ്റക്ക് എന്തുണ്ട്, കൂലുണ്ട്. നമ്മൾ ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് മാറുമ്പോ സെന്റിന് വില കുറഞ്ഞുകൊണ്ടാണ് മാറുന്നത് കരുതണ്ട. ഇവിടെ വിറ്റാ നല്ല വില കിട്ടും, കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോയാൽ എന്ത് ചെയ്യും, സ്ഥലത്തിന് വില കുറവാണ്. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ 10 തുല്ല് അവിടെ 1 ഏക്കർ എടുക്കാം എന്ന് വിചാരിച്ച് നീയത്ത് വെക്കുമ്പോ എന്തുണ്ടാവുക, ആ മാറ്റത്തിന് എന്തിട്ടൂല, കൂലിട്ടൂല. അപ്പൊ ഏതായാലും മാറുകയാണ്. അപ്പൊ എന്ത് ചെയ്യാ, അപ്പുറത്തെ പള്ളിയും സൗകര്യമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം, എന്നിട്ട് എന്തുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ മാറണമെങ്കിൽ അതൊരു ഹിജ്റന്റെ കൂലിയാണ്. ഹിജ്റക്ക് ദൂരെ ഒരു നാട് വിട്ട് വേറെ നാട്ടിലേക്ക് എന്ത് ചെയ്യാം, ഒരു നാട് വിട്ട് വേറെ നാട് എന്ന് കരുതിയാൽ മതി, അതന്നെ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് എന്താണ്, ഇന്നും നെയ്യത്തിന് എന്തിന്റെ പ്രസക്തി ഉണ്ട്, ദീന്റെ ഒരു സംഗതിയാണ് ഇത് നെയ്യത്ത് എന്ന് പറയും. അപ്പൊ ആ ഹിജ്റയുടെ കൂലി നമുക്ക് കിട്ടും. ഇതിലൂടെ നെയ്യത്തിലൂടെ. ഇവിടെ ഡെയിലി ഹിജ്റ വരുന്നവരില്ല, ദൂരനാടുകളിൽ നിന്ന് ഇൽമ പഠിക്കാൻ വേണ്ടി ദിവസം ഇവിടെ വന്ന് പോകുന്നവരുണ്ട്. അതൊക്കെ എന്താണ്, നെയ്യത്താണ്. ആ നെയ്യത്ത് കൊണ്ട് ഒരു മുഹാജിറാകാൻ നമുക്ക് കഴിയും. അതാണ് വലാക്കിൻ ജിഹാദും വനീയത്തും. ഇനി മക്കം ഫത്തഹിന്റെ ഞാൻ നിർത്തട്ടോ. മക്കം ഫത്തഹിന്റെ ഹിജ്റയില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര അത്ഭുതമല്ലത്, ഭയങ്കര മോചിതത്താണത്.
കാരണം എന്താ, മക്കം ഫത്തഹിന്റെ ശേഷം നിങ്ങൾ ഹിജ്റ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ എന്താ, ഇനി മക്കയിൽ നിന്ന് ഒരാൾക്കും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ നാട്ടിലേക്ക് ഹിജ്റ പോകേണ്ട ആവശ്യം സാഹചര്യം ഉണ്ടാവില്ല എന്നാ. ഒരു കാലത്തുണ്ടാവില്ല. ഖിയാമത്ത് എഴുതി വെക്കാം, വിശ്വാസിക്ക് എഴുതി വെക്കാം. നബിതങ്ങളുടെ പ്രവചനമാണിത്. ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ആർക്കെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ മക്ക പിടിച്ചടിച്ചാൽ മതി. കാരണം എന്താണ്, നബിതങ്ങളുടെ പ്രവചനമാണ്. എന്ത്, മക്കയിൽ നിന്നൊരാൾക്ക് ഹിജ്റ പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താ, മക്ക കാലാകാലം ഇസ്ലാമിക നാടായി തന്നെ നിലനിൽക്കും. എന്നാൽ അതുപോലെ ഇസ്ലാമിക നാടായി നിലനിന്ന എത്ര നാടുകളുണ്ട്, വളരെ മോശമായില്ല. താരിഖ് ബിൻ സിയാദിന്റെ നേതൃത്വത്തിൽ പിന്നെ സ്പെയിന് കീഴടക്കി മുസ്ലിം രാഷ്ട്രമായി പ്രഖ്യാപിച്ച് എത്ര ഇസ്ലാമിക ഐഡന്റിറ്റി ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇന്നവിടെ പള്ളികൾ വരെ മ്യൂസിയം, യൂറോപ്യൻ കൾച്ചറാണ്, ഇസ്ലാമിനെ പറ്റപ്പോയി. പക്ഷെ മക്ക എന്ന് പറയുന്ന സംഗതി എന്താണ്, ഇന്നൊരാൾക്ക് ദീനിയായി നിലനിൽക്കാൻ വേണ്ടി അവർക്ക് പോകേണ്ട ആവശ്യമില്ല, സ്പെയിനിക്ക് പോകേണ്ട. ഞാൻ ഉദാഹരണം പറഞ്ഞു. അങ്ങനെ ഇസ്ലാമികമായി വന്നിരുന്ന കുറേ നാടുകളൊക്കെ എന്ത് ചെയ്യും, ഇസ്ലാമികമായ മൂല്യശോഷണം സംഭവിക്കുകയും തകർച്ച വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ മക്ക എന്ന് പറയുന്ന നാടുണ്ടല്ലോ, അത് ഏത് കാലത്തും മുസ്ലിം ഐഡന്റിറ്റി അവിടെ നിൽക്കണേ എന്തുണ്ടാവില്ല, തടസ്സം ഉണ്ടാവില്ല. അതിന് പേടിച്ചുകൾ എന്ത് ചെയ്യണം, മക്കയിൽ നിങ്ങൾ പാരായണം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. അത് നബി തങ്ങൾ 1400 കൊല്ലം മുമ്പ് പറയണം, ലാ ഹിജ്റത ബഅദൽ ഫത്ഹ്. മക്കം ഫത്തഹിന്റെ ശേഷം ഞാൻ ചെയ്യണ്ട, മക്കയിൽ നിങ്ങൾ എവിടേക്കും പോവണ്ട. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണത്. പിന്നെ ബാക്കിയാണ് വലാക്കിൻ ജിഹാദും നീയത്തുൻ. അവൻ നീയത്ത് എന്ന സംഗതി എന്തുണ്ട്, വലിയ ഒരു പ്രസക്തമായ സംഭവമാണെന്ന് ഈ ആയത്ത് ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. ഹദീസിന്റെ വാക്കി ഫംഫിറു, ഒരു ഭരണാധികാരികളോട് ഒരു ഇമാമ് യുദ്ധം പ്രഖ്യാപിച്ച് നിങ്ങളുടെ യുദ്ധത്തിന് നിങ്ങൾ പുറപ്പെട്ടോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നാട് വിട്ട് പോകണം. അത്രേ ഉള്ളൂ. ഒമാനാഹു ലാ ഹിജ്റത മിൻ മക്കത്ത ലിഅന്നഹു സൂറത്ത് ദാറുൽ ഇസ്ലാം. ഇതിന്റെ അർത്ഥം എന്താ, മക്ക ഇസ്ലാമിക നാടായി, അതിന് ശേഷം എന്തില്ല, മക്കയിൽ നിങ്ങൾ പാരായണം പോകേണ്ട ആവശ്യം ഇല്ല. അപ്പൊ മക്കൾക്കും കഅബത്തിനും എന്തുണ്ട്, മക്കം ഫത്തഹിന്റെ മുമ്പുള്ള അതേ ശ്രേഷ്ഠത മക്കം ഫത്തഹിന്റെ ശേഷവും ഉണ്ട്. അതേ സമയത്ത് സഹാബികൾ, ഞാൻ നിർത്തട്ടോ, അതേ സഹാബികൾ 2 ഗ്രേഡ് ഉണ്ട്. ബദറിൽ പങ്കെടുത്ത സഹാബിയും ബദറിന്റെ ശേഷം പങ്കെടുക്കാത്ത സഹാബി എന്താണ്, കുറച്ച് മാറ്റമുണ്ട്. അതുപോലെ മക്കം ഫത്തഹിന്റെ മുമ്പ് ഇസ്ലാം സ്വീകരിച്ച സഹാബികളും ഇതിനു വേണ്ടി പോരാടിയ സഹാബികളും മക്കം ഫത്തഹിന്റെ ശേഷം ഇസ്ലാം സ്വീകരിച്ച ആളുകൾ തമ്മിൽ എന്തുണ്ട് വ്യത്യാസം. ഞാൻ പറയല്ല, ഖുർആൻ പറയാണ്. എന്നാൽ മക്കം ഫത്തഹിന്റെ ശേഷവും കഅബത്തിനോ ഹറമിനോ എന്തില്ല, ശ്രേഷ്ഠതയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല. അത് എന്നും അത് ശ്രേഷ്ഠവും പവിത്രവും കാലാകാലം ഇതിനുണ്ട്, ഹറമിനുണ്ട്. അത് സുരക്ഷിതമാണ്, അവിടുന്ന് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടേക്കെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെങ്കിൽ നല്ല നീയത്ത് വെച്ച് പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഹിജ്റയുടെ കൂലി ഉണ്ടാവും. അപ്പം നീയത്തുള്ള സംഗതി എന്താണ്, വലിയൊരു വിഭാഗത്താണ്. ഹിജ്റയുടെ വലിയൊരു വിഭാഗത്താണ്. അതിലേക്ക് മനുഷ്യനെത്താൻ കഴിയുന്ന വലിയൊരു സംഗതിയാണ് മനുഷ്യന്റെ നീയത്ത്. അള്ളാഹു തആല സഹായിക്കട്ടെ. അള്ളാഹു തആല പറഞ്ഞു കേട്ടെ, എല്ലാം സ്വന്തം അമലാക്കി സ്വീകരിക്കട്ടെ. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ.